ഹായ് ഫ്രണ്ട്സ്, ടെക്നോളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീം 3 സാധനങ്ങൾ വെച്ചാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെയാണ് മറ്റുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് വീഡിയോ ഫുൾ കാണാതെ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ആ ഒരു വീഡിയോ അവിടെ വെച്ച് തന്നെ സ്പാമായി പോകുന്ന യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂടുതലായും പറയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി വനില എസൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നേരത്തെ 1/2 ലിറ്റർ പാൽ എടുത്ത് വെച്ചതിൽ നിന്നും ഒരു 100 മില്ലി മാറ്റി വെക്കാം. അതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കട്ട പോലും ബാക്കി വരാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഗോതമ്പ് പൊടിയും പാലും നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഗ്യാസ് ഓൺ ചെയ്യാം. ശേഷം നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. അത് ഗ്യാസിലോട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ശേഷം പാലൊഴിക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പഞ്ചസാരയുടെ തരിയെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് നേരത്തെ ഗോതമ്പ് പൊടിയും പാലും മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോഴും ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി അടിയിൽ പിടിക്കാത്ത വിധം നന്നായിട്ട് കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എപ്പോഴും തന്നെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ വളരെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. കണ്ടില്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ കട്ടിയായി വരുന്നുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് ഇറക്കി വെക്കാം. പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കിങ്ങനെ ടൈറ്റായി കിട്ടും. അപ്പോൾ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി മിക്സറിയുടെ ജാർ എടുത്ത് അതിലോട്ട് ഈ കുറുക്കി വെച്ച പാൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം വനില എസൻസ് ഉപയോഗിക്കാം. വനില എസൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവറായി പോകരുത്. കുറച്ച് മാത്രം, ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത്ര തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ശേഷം മിക്സറിലോട്ട് വെച്ച് കുറഞ്ഞ രീതിയിൽ തന്നെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കേണ്ട എല്ലാ മേക്കിംഗ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത് ഫ്രീസ് ചെയ്ത് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പോൾ 8 മണിക്കൂർ ഞാനിവിടെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. കണ്ടില്ലേ, ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം
തയ്യാറായി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു വെക്കാം. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഫുള്ള് കഴിച്ചതിന് ശേഷം ബാക്കി പറയാം. അപ്പോൾ ഐസ്ക്രീം ഇന്നലെ രാത്രിയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പം കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഐസ്ക്രീം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അത്ര ഇല്ലെങ്കിൽ ഒരു 90% ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഈസിയായൊരു മെത്തേഡാണ്. പിന്നെ കൂടുതലും പറയുന്നില്ല. നല്ലൊരു വീഡിയോ കാണാം. ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങി ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഫുഡ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ഓരോ വീഡിയോത്തിനും അതിൻ്റേതായ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ശരി, ബൈ.